ദാവീദ് രാജാവ് ദൈവത്തോട് തന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. തന്റെ ജീവിത സാഹചര്യത്തിൽ തന്റെ പടനായകന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ തന്റെ ജീവിതത്തിൽ വന്ന വീഴ്ച താൻ അറിഞ്ഞപ്പോൾ, തനിക്ക് മനസ്സിലായപ്പോൾ ദാവീദ് ദൈവത്തോട് പറയുകയാണ്: ദൈവമേ, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. ഒരിക്കൽ ദൈവഭക്തനായ യോസഫിന്റെ ജീവിതത്തിലും ഇതേ അനുഭവം ഉണ്ടായി. താൻ ആയിരിക്കുന്ന ഭവനത്തിൽ തന്റെ യജമാനത്തിയിൽ നിന്ന് പാപത്തിന്റെ ഒരു പ്രലോഭനം തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ തന്റെ യജമാനത്തിയോട് യോസഫ് പറഞ്ഞൊരു വാക്ക്: ഞാൻ എന്റെ ദൈവത്തോട് പാപം ചെയ്തില്ല. നമ്മുടെ ചുറ്റുമുള്ളവരോട്, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തത പുലർത്താതിരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മൾ കരുണ കാണിക്കാതിരിക്കുമ്പോൾ, ദൈവം പറയുകയാണ്, നമ്മൾ മറ്റുള്ളവരോട് കുറ്റം ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് നമ്മൾ പാപം ചെയ്യുമ്പോൾ, നമ്മൾ ചെയ്യുന്ന പാപം അത് അവർക്കല്ല ഹേർട്ടാവുന്നത്, അത് ഹേർട്ടാവുന്നത് ദൈവത്തിനാണ്. ഞാൻ മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ, മറ്റുള്ളവരോട് തെറ്റ് ചെയ്യുമ്പോൾ, ദൈവം പറയുകയാണ്, അവർക്കല്ല അത് ഹേർട്ടാവുന്നത്, അത് എന്റെ സൃഷ്ടാവായ ദൈവത്തിനാണ് ഹേർട്ടാവുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന സകല പാപവും അത് ചുറ്റുപാടുള്ളവരോടല്ല, അത് ദൈവത്തോടുള്ളതാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്: പിതാവേ, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. തന്റെ തെറ്റിനെയും തന്റെ പാപത്തെയും മനസ്സിലാക്കിയതും ആ ദാവീദ് ദൈവത്തിന്റെ മുമ്പിൽ നെടുമ്പാട് വീണ് കരയുകയാണ്. ഈ പകൽക്കാലം തന്റെ തെറ്റുകളെ നമുക്ക് മനസ്സിലാകുമ്പോൾ, തന്റെ കുറവുകളെ നമുക്ക് മനസ്സിലാകുമ്പോൾ, അതിനെ ന്യായീകരിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പറ്റിപ്പോയി, അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അപ്പന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഈ ലോകം നമ്മളെ അംഗീകരിക്കത്തില്ലായിരിക്കും, നമ്മുടെ ചുറ്റുപാട് നമ്മളെ മാറ്റി നിർത്തിയിരിക്കും. പക്ഷെ ദൈവം നമ്മളെ അംഗീകരിക്കും. കാരണം അവൻ നമ്മുടെ പിതാവും, അവൻ നമ്മുടെ സൃഷ്ടാവും, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനുമാണ്. അതാണ് തന്റെ തെറ്റിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന ദൈവം. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.